ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? 2 മാസത്തെ വെക്കേഷൻ പോയതേ അറിഞ്ഞില്ല. ഇന്ന് മക്കൾക്ക് സ്കൂൾ തുറക്കല്ലേ, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റേ. ബിഗിൽ സിനിമയിൽ കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെ എനിക്ക് രാവിലെ ചായ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ദോശയും സാമ്പാറുമാണേ ഉണ്ടാക്കിയത്. അതെല്ലാം ഉണ്ടാക്കി ടിഫിൻ ബോക്സിലാക്കി സെറ്റാക്കി വെച്ചേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ 2 ദിവസത്തിന് മുന്നേ കാറ് സർവീസിന് കൊടുത്തേ. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് മക്കളെ സ്കൂളിൽ കൊണ്ടുപോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിച്ച് കാറ് റെഡിയായി വന്നെടുക്കുമെന്ന്. പിന്നെ ഞാൻ മക്കളെ സ്കൂളിൽ നിന്ന് വീട്ടിലാക്കിയതിന് ശേഷം പോവാൻ റെഡിയായി. അപ്പോഴാണ് മോൻ എന്നോട് പറഞ്ഞത്, "അമ്മ ഞാനും കൂടെ വന്നോട്ടാന്ന്." അപ്പോൾ പിന്നെ ഞാൻ അവനെയും കൂടെ കൂട്ടി. ബസ്സിലാണേ പോയത്. നെയ്യാറ്റിൻകരയാണ് സർവീസ് സെൻ്റർ. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ പോവാനും. അങ്ങനെ നെയ്യാറ്റിൻകര എത്തി. ബസ് ഇറങ്ങി കുറച്ച് ദൂരം നടക്കണം. നമ്മൾ ഇൻഡ്യൂസിൻ്റെ ഷോറൂമിൽ നിന്നാണ് കാർ പർച്ചേസ് ചെയ്തതും ഇൻഡ്യൂസിൻ്റെ സർവീസ് സെൻ്ററിലാണ് ഇത്രയും ദിവസവും സർവീസിന് കൊടുത്തിട്ടുള്ളത്. നല്ല സർവീസാണ് കേട്ടോ അവിടെ. ഇതാണ് ഇൻഡ്യൂസിൻ്റെ നെയ്യാറ്റിൻകരയുള്ള സർവീസ് സെൻ്റർ. സർവീസ് സെൻ്ററിൻ്റെ മുകളിലെത്തിയപ്പോഴേ മോൻ കാറ് കണ്ടു കേട്ടോ നമ്മളെ. അങ്ങനെ അവൻ കാറിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോഴാണ് സർവീസ് അഡ്വൈസർ എന്ന് പറഞ്ഞ് കാറ് റെഡിയാണ്, പേപ്പേഴ്സും കൂടെ റെഡിയാക്കണമെന്ന്. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ കയറി. റിസപ്ഷനിൽ കയറിയപ്പോൾ അവിടുന്ന് നമുക്ക് ചായയൊക്കെ തന്നേ. ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ പേപ്പേഴ്സ് എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങി. അപ്പോൾ സർവീസ് അഡ്വൈസർ എന്നെ കാർ കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചെല്ലാം ഓക്കെ ആണോ നോക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം നോക്കി. അപ്പം എല്ലാം ഓക്കെയാണ്. പുതിയതുപോലെ തോന്നി എനിക്ക്. നമ്മൾ വാങ്ങിയപ്പം കിട്ടിയതുപോലെ തോന്നി. നല്ല സർവീസാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ നമ്മൾ തിരികെ വീട്ടിൽ വരാൻ വേണ്ടി കാറിൽ കയറിയേ. അപ്പോഴാണ് മോൻ സീറ്റ് ബെൽറ്റ് ഇട്ടത്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റിയില്ല കേട്ടോ അവന്. അങ്ങനെ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചേ. എപ്പോഴും ഞാൻ സർവീസ് സെൻറ്ററിൽ വന്നിട്ട് തിരിച്ചു പോയാലും മുകളിലെത്തുമ്പം സർവീസ് സെൻറ്ററിൻ്റെ മുകളിലെത്തുമ്പം ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ട്രാഫിക് ആയിരിക്കും. പക്ഷേ ഇന്ന് വലിയ ട്രാഫിക് ഇല്ലായിരുന്നു, പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിൽ. അങ്ങനെ ഞാൻ മോന് കൃഷ്ണൻ കോവിൽ കാണിച്ചു കൊടുത്തു. അവനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അവൻ അറിയാൻ കേട്ടാ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നെയ്യാറ്റിൻകര സിവിൽ സ്റ്റേഷന്, RT ഓഫീസ്. എനിക്ക് അവിടെ വെച്ചൊരു പെറ്റി വന്നിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കഥ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലും വരുന്നത്. അത് ഞാൻ അവന് കാണിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എല്ലാ മക്കളും പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയല്ലേ. അതുപോലെ എൻ്റെ മോനും ഒരു ആവശ്യം പറഞ്ഞു. ഐസ്ക്രീമാണേ ചോദിച്ചത്. ഞാൻ വാങ്ങിക്കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, മക്കളെ സ്കൂൾ തുറന്നതല്ലേ, പനിയും ജലദോഷമൊക്കെ വന്നാൽ പിന്നെ ക്ലാസ് മിസ്സാവൂലേ എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയെങ്കിലും പിന്നെ അവ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ വീടെത്തിയേ. വീട്ടിൽ ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരാമേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.